ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ പല സ്ത്രീകളും സിനിമാ മേഖലയിൽ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട്. എങ്ങനെയാണ് സോണിയ മൽഹാറിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്? സെക്ഷൽ അബ്യൂസിന് ട്രൈ ചെയ്യാനുള്ളൊരു ഒരുക്കമാണല്ലോ. നമ്മളറിയാതെ നമ്മളെ കയറി ഒരാൾ പിടിക്കുക എന്ന് പറയുമ്പോൾ വിത്തൗട്ട് കൺസെൻ്റ് ആണത്. അപ്പോൾ അതിനുള്ളൊരു ശ്രമമായിരുന്നിരിക്കുക. കാരണം 2013 പടത്തിൻ്റെ ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മളെല്ലാവരും ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു സൂപ്പർ സ്റ്റാറാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണുക അല്ലെങ്കിൽ അവരുടെ കൂടെ അഭിനയിക്കുക എന്നുള്ളൊരു സന്തോഷത്തിലാണ് നമ്മളൊക്കെ പോകുന്നത്. അപ്പോൾ ആ ദിവസം നമ്മളുടെ ഒരു കൺസെൻ്റ് ഇല്ലാതെ കയറി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ആ ദിവസം തന്നെ പുള്ളി മാപ്പ് പറഞ്ഞു. പിന്നെ വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ സമയം വരെ അന്ന് തന്നെ 4 ദിവസത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു തുടക്കമായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ ഈ കടന്നു വന്ന കുറേ വർഷങ്ങളിൽ ഒരുപാട് സെക്ഷൽ അബ്യൂസിന് എന്നെ കിട്ടിയിട്ടില്ല. എനിക്ക് താല്പര്യമില്ലാത്തടത്തുനിന്ന് ഞാൻ ഒഴിഞ്ഞ് അപ്പം തന്നെ പോകും. എനിക്ക് അങ്ങനത്തെ സിനിമകൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുമ്പോഴേ ഞാൻ പറയും, ചേട്ടാ ഡ്രസ്സ് മാറ്റുന്ന പരിപാടിക്കാണെങ്കിൽ വിളിക്കേണ്ട എന്ന് പച്ചയ്ക്ക് കാരണം അവരങ്ങനെയാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഓക്കെ ആണോ അങ്ങനെ ചോദിക്കുക. എല്ലാവരും ചോദിക്കുമെന്നല്ല, വളരെ കുറച്ച് ആൾക്കാരായാലും നമ്മുടെ മനസ്സ് തകരുകയാണ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷയിലാണ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് പോകുന്നത്, പ്രത്യേകിച്ച് ലേഡീസ്. ചിലപ്പോൾ അവരുടെ ഒരു പാഷനാവാം, ചിലപ്പോൾ അത് കൊണ്ടായിരിക്കും ഒരു കുടുംബം കഴിയുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ബിഹൈൻഡിലുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു സേഫ് സോണായിട്ട് ജോലി ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ അത് നമുക്ക് ഉണ്ടാവുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇത്തരം പല ട്രോമയിലൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. എനിക്കെന്ന് പറയുന്നത്, ഞാൻ പറയുന്നതുകൊണ്ട് എന്നെ സിനിമകളിൽ നിന്ന് മാറ്റിക്കളയുക, ഞാൻ നായികയായിട്ട് വരുന്ന പടങ്ങളിൽ എൻ്റെ പോസ്റ്റർ പത്രത്തിൽ വന്നിട്ട് ആ സിനിമയിൽ നിന്ന് എന്നെ മാറ്റിയിട്ട് വേറെ നായിക വെക്കുക, ഞാൻ അഭിനയിച്ച പൈസ തരാതിരിക്കുക, പിന്നെ എന്നെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക, എന്നെക്കുറിച്ച് റൂമർ പറയുക. ഞാനിവർക്ക് ആർക്കും ഒന്നിനും പോകുന്നില്ല. എനിക്ക് ആരോടെ ഇഷ്ടമല്ല. എനിക്കിഷ്ടമുള്ളൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. വേറെ ആളെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സംഭവം ചെയ്തിട്ട് എനിക്ക് അഭിനയിക്കേണ്ട. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ആഹാരം പിന്നെ റെമ്യൂണറേഷൻ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ സേഫ്റ്റി, എനിക്ക് തനിയൊരു റൂം വേണം. അതിനകത്ത് എൻ്റെ കൂടെ ഒരു സ്റ്റാഫ് ഉണ്ടാവും, അവർക്കൊരു റൂം കൊടുക്കണം. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലൊക്കേഷൻ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഞാനൊരു പെണ്ണിനെയും കൊണ്ടാണ് പോകുന്നത്. ബിക്കോസ് ഒരു പേടി കൊണ്ടാണ്. അവരൊക്കെ ചോദിക്കുക എന്താ അഹങ്കാരം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചുമ്മാ തമാശക്കാൽ. പക്ഷേ അത് അഹങ്കാരമല്ല, നമുക്കൊരു ഒറ്റയ്ക്കായി പോണ ഒരു തോന്നലാണ്. അപ്പം അങ്ങനെയൊക്കെ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത ആർട്ട് പടങ്ങളിലൊക്കെ ഒരു 8 പടം അഭിനയിച്ചു. ഈ ആർട്ട് പടങ്ങളിലൊന്നും ഒരുത്തനും പറഞ്ഞിട്ടില്ല നമ്മളെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി, നമ്മൾ ഇത് ചെയ്താലേ നിങ്ങൾക്ക് ഈ ക്യാരക്ടർ ഉള്ളതല്ല. നമ്മളെ നായികയാക്കി അവർ പറഞ്ഞ ലീഡ് റോള്, അത് ആർട്ട് പടങ്ങൾ, അവാർഡ് പടങ്ങൾ. ഇപ്പോൾ ഇന്ദ്രൻ സേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്ത് സ്ത്രീ എന്ന് പറഞ്ഞിട്ടൊരു പടം. പിന്നെ ശ്രീനിവാസൻ സാറിനെ വെച്ച് നേരത്തെ ഒരു പടം ചെയ്ത ഒരാൾ, അവരുടെ റിതം ബിയോണ്ട് ദ ട്രൂത്ത്, ലാൽജി ജോർജ് സാറിൻ്റെ സിനിമ ചെയ്തു, നിദ്രാടനം, ബാല, ഇങ്ങനെ കുറേ സിനിമകൾ ചെയ്തു. എല്ലാ നായികയായിട്ട് തന്നെ ലീഡ് റോളാണ്. പക്ഷേ ഈ പറഞ്ഞതിലൊക്കെ നമുക്ക് റെമ്യൂണറേഷൻ കുറവാണ്. ചില തിയേറ്ററിലെത്തും, ചില തിയേറ്ററിൽ എത്തത്തില്ല. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ നമ്മൾക്ക് ഈ സേഫ്റ്റി, എനിക്ക് ആ സ്ഥലത്തൊക്കെ ഞാൻ പറയുന്ന പൈസ കുറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് സേഫ്റ്റി വേണം. അതെനിക്ക് തരുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ അഭിനയിക്കാറുണ്ട്. ഇപ്പോൾ ഈ വലിയ സിനിമാക്കാർക്കാർക്കും എന്നെ അറിയാത്തത് കൊണ്ടല്ല, അവരാരും വിളിക്കത്തില്ല. കാരണം അവർ പറയും നിന്നെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ചങ്കാണ് പൊട്ടുന്നത്. പിന്നെ ഇതൊക്കെ എന്തുകൊണ്ട് പറഞ്ഞില്ല, നിങ്ങൾ വലിയ ഇതായിട്ട് ഇപ്പോൾ വന്ന് എന്തിനാ പറയണതെന്ന് ചോദിച്ചാൽ, ഹേമ കമ്മിറ്റിയും ഈ സർക്കാർ കാണിച്ച അതിന് ഞാൻ എന്തായാലും പിണറായി സഖാവിനോടും ഈ സർക്കാരിനോടും എനിക്ക് അതിന് നന്ദിയുണ്ട്. ബിക്കോസ് ഇങ്ങനെ ഒരു കമ്മിറ്റി വെക്കാനും ഇങ്ങനത്തെ ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് വന്ന് പറയാനും കാണിച്ചൊരു ഇതുണ്ടല്ലോ, അതിന് സർക്കാരിന് നന്ദി പറയണം. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് കൊണ്ടും അത് വന്നതിന് ശേഷം വെള്ളപൂശാനുള്ള കുറേ ശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും തെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ആലോചിക്കട്ടെ, നോക്കട്ടെ, വലിയ രീതിയിൽ വന്ന ആൾക്കാർ പറയുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ തന്നെ ആലോചിക്കുകയാണ്, ഇവരെന്താണ് ഈ പറയുന്നത്. എനിക്ക് പോലും ഇത്രയും പ്രശ്നം അഭിമുഖീകരിക്കുകയും വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നല്ല കിളുന്ത് പെൺകുട്ടികളാണ്, 18 വയസ്സായ കുട്ടികളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് എന്തോരം ഒരു ട്രോമയിലൂടെ എന്തെല്ലാം വിഷയങ്ങളിലൂടെ പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ പറയുന്നത്. ഒരു ബംഗാളി നടി അടക്കം വന്നിട്ട് അവർ നമ്മുടെ മലയാള സിനിമയെക്കുറിച്ച് ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ അവർ പറഞ്ഞിട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിലും ഒരു ആർട്ടിസ്റ്റ് എന്ന് മാത്രമല്ല, ഒരു മനുഷ്യസ്ത്രീ എന്ന നിലയിൽ ഞാനിപ്പോൾ പ്രതികരിച്ചില്ലേ, നാളെ ഞാൻ മരിച്ചു പോകാം. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് നമ്മൾ. അപ്പോൾ ഇതാണ് എനിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഒരു ധൈര്യം തന്നത്, പറഞ്ഞത്. അതുകൊണ്ടാണ്. ഏത് സിനിമ നടൻ്റെ ഭാഗത്തു നിന്നായിരുന്നു ഇത്തരത്തിലൊരു മോശം അനുഭവം നേരിടേണ്ടി വന്നത്? അതെന്താന്ന് വെച്ചാൽ, ഇപ്പം ഞാനത് പേര് റിവീൽ ചെയ്യാത്തതെന്ന് വെച്ചാൽ, ആളുമായിട്ട് ഞാൻ സൗഹൃദത്തിൽ പോകുന്ന ഒരാളാണ്, അവർക്ക് ഫാമിലി ഉണ്ട്. പിന്നീട് ഇനി വേറെ ഒരു മോശമായിട്ടൊരു മെസ്സേജ് പോലും ആ ഭാഗത്തു നിന്ന്, അത്ര റെസ്പെക്റ്റാണ് തരുന്നത്. മാപ്പ് പറഞ്ഞ് കഴിഞ്ഞൊരു വിഷയമാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ഇനിയൊരു കേസിനോ അദ്ദേഹത്തിൻ്റെ പേര് ചീത്തയാക്കാനോ ഉപയോഗിക്കും. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു, ക്യാൻസർ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ അച്ഛനമ്മ എല്ലാവരും ഞാനാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് കേസ്
വഴക്ക്, പിന്നെ ഇതിൻ്റെ പുറകെ കാര്യങ്ങൾ. അപ്പോൾ റിവീൽ ചെയ്താൽ കുറച്ച് ദിവസം ഇതിങ്ങനെ ആവും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം എനിക്ക് അങ്ങനെ ഒരു ഇനി ആളെ ശിക്ഷിക്കാനോ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാനൊരു കേസോ കാര്യങ്ങളോ ഇപ്പോൾ ഫയൽ ചെയ്യുക, ആളിൻ്റെ പേര് റിവീൽ ചെയ്താൽ എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാവും, ആ മനുഷ്യനായിരുന്നു എന്നുള്ള ഒരു പേടിയുണ്ടാവും. പക്ഷേ അത് അവർ സ്വസ്ഥമായിട്ട് കുടുംബജീവിതം നയിക്കുകയും നല്ല സിനിമകൾ അഭിനയിക്കുകയും അവാർഡുകൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നടനും കൂടിയാണ്. അപ്പോൾ ഇനി അതിൻ്റെ കരിയർ ഇതാനും അവരെ നിന്ന് എന്തെങ്കിലും വില പേശി ഇങ്ങോട്ട് മേടിക്കാനും ഒന്നും എനിക്ക് ഇത്രയും നാൾ ആരും തന്നിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. സോ അതുകൊണ്ട് ഇനി ഒരു പേരങ്ങനെ പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ബ്രദറിനോടൊക്കെ സംസാരിച്ചിട്ടാണ് വന്നത്, അഡ്രസ്സ് ഈ കാര്യങ്ങൾ ഞാൻ മീഡിയ ഇതാവുകയാണ്. അപ്പോൾ എന്നോട് എൻ്റെ ചേട്ടനും വീട്ടുകാരൊക്കെ പറഞ്ഞതെന്ന് പറയുന്നത്, പറഞ്ഞോ മറ്റുള്ള കുട്ടികൾക്ക് ഇനി വരും. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നോട്ട് ഫോർ മീ, ബിക്കോസ് എനിക്ക് ഇപ്പോൾ എൻ്റെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. അപ്പം അവർക്ക് സേഫായിട്ട് വന്ന് അവരുടെ ജോലി ചെയ്ത്, ഇതൊരു ജോലി ഇടമാണ്, തൊഴിലിടമാണ്. അപ്പോൾ എല്ലാ പെൺകുട്ടികളും അവരുടെ ജോലി സ്ഥലത്ത് പോയി സേഫായിട്ട് വരുന്ന പോലെ അവർക്കും തിരിച്ചു പോകണം. എല്ലാ മേഖലയിലും സ്ത്രീകൾ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സിനിമാ മേഖലയിൽ മാത്രമല്ല, നമുക്കറിയാം അത് ആണും പെണ്ണും എവിടെ ഉണ്ടോ അവിടെയൊക്കെ നമ്മളെ ഇച്ചിരി ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അവർ നമ്മളെ ഇമ്പ്രസ് ചെയ്യാനും അതുവഴി പിന്നെ അങ്ങോട്ട് കടന്നാക്രമിക്കാനും ഒക്കെ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതെന്നൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് തിരികെ വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഈ ഒരു വിഷയം ഇപ്പോൾ ഉണ്ടായ ഈ ഹേമ കമ്മിറ്റിയോട് കൂടി ഈ സർക്കാർ അതിന് ആർജവമായിട്ടുള്ള നിലപാടെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇതിൽ പിണറായി സഖാവിനോടൊപ്പമാണ്. കാരണം ഈ ഒരു രീതിയിൽ ഇപ്പോൾ തന്നെ പുള്ളിക്കാരൻ രാജിവെച്ചു, അതൊക്കെ ശരിക്കും സർക്കാരിൻ്റെ ഒരു വിജയം കൂടെ തന്നെയാണ്. കാരണം അത് രാജിവെപ്പിക്കാതെ ഇയാളെ ഏതെങ്കിലും തരത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ മൊത്തം നാറ്റ കേസായേനെ. കാരണം അത് ഇപ്പോൾ സിദ്ദീഖായാലും അല്ലെങ്കിൽ സിദ്ദീഖ അല്ലെങ്കിൽ രഞ്ജിത്തേട്ടൻ ഇവർ ആരായാലും ശരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി വന്ന് പച്ചയ്ക്ക് പറയുമോ? അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട്, രേവതി. അപ്പോൾ അവർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് അത്രത്തോളം ഒരു അബ്യൂസ് നേരിട്ടത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുറേ പുഴുക്കത്തുകളുണ്ട്. അവരിനി എത്ര ലെജൻഡറി ആക്ടറായാലും പിന്നെ സംവിധായകനായാലും ഒക്കെ അവർക്ക് അതിന് വേണ്ടുന്ന ശിക്ഷ കൊടുക്കണം. കാരണം ഇവർ സെക്ഷുവലി അബ്യൂസ് ചെയ്ത ആൾക്കാരാണ്. ഇതൊരു ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ ലീഗലി അതുപോലെ വനിതാ കമ്മീഷനായാലും ഒക്കെ ഇതിനൊരു നല്ല നിലപാടെടുക്കും തന്നെയാണ്. അതിന് ഞാൻ LDF സർക്കാരിനോടൊപ്പം തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിയോജിപ്പുണ്ട്, പല കാര്യങ്ങളിലും നമുക്ക് നീതി ന്യായമൊന്നും കിട്ടിയിട്ടില്ല, അതിൽ എതിർപ്പുമുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നില്ല. പക്ഷേ കുറേ പേജുകൾ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അതാരെയാണ് സംരക്ഷിക്കുന്നത്? സർക്കാർ. ആ സംശയങ്ങൾ ജനങ്ങൾക്കുണ്ട്, അത് ദൂരീകരിക്കേണ്ടത് സർക്കാരിൻ്റെ കൂടെ ചുമതലയാണ്. അതിനൊക്കെ നിയമവശങ്ങളുണ്ട്. അപ്പോൾ അത് പൊതുജനങ്ങൾ കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇൻഡസ്ട്രിയിൽ ആരാണെന്ന് പറഞ്ഞുകൊണ്ട്, അത് ഹേമ കമ്മിറ്റിയിൽ പോയത് കൂടുതൽ പേര് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പറയാം, അവർ ധൈര്യപൂർവ്വം പോയി മൊഴി കൊടുത്തതാണ്. ഇരകളുടെ പേര് എവിടെയും പറയണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ കുറേയൊക്കെ മറച്ചു വെച്ചിട്ട് നമ്മളെ കുറേ പേരെ വെള്ളപൂശും. ആ ഇടപാടൊന്നും വേണ്ട. അതിനിപ്പോൾ സർക്കാരിനെ ബാധിക്കുന്ന കാര്യമായാലും അത് വേണ്ട എന്നുള്ളൊരു എളിയ റിക്വസ്റ്റാണ്. അപ്പോൾ നല്ലത് കിട്ടും, ജസ്റ്റിസ് നടക്കും. ഈ പിണറായി സർക്കാരിന് അതിനുള്ളൊരു ആർജവം ഉണ്ട് എന്ന് തന്നെയാണ് ഞാനടക്കം വിശ്വസിക്കുന്നത്.